അപ്പോൾ നമുക്കിതാ ഇന്ന് ഈ മീനെയാണ് കിട്ടിയത്. ഇന്നിത് കറി വെക്കാം. ഇതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂട് വെള്ളം ഒഴിച്ചൊന്നിട്ടിട്ട് ഒന്ന് ഉരച്ചാൽ മതി. ഇതാ ഇതുപോലെ വെളുത്ത് നല്ല സുന്ദര കുട്ടനായിട്ട് ആളിങ്ങി വന്നോളും കേട്ടോ. ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നേ. കുറച്ച് പീസ് എടുത്ത് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളക് പൊടിയും കൂടിയിട്ട് ഇത്തിരി എണ്ണയും ഒഴിച്ച് ഇത്തിരി വെള്ളം കൊണ്ടിട്ട് ഒന്ന് ചാലിച്ച് നമ്മുടെ മീൻ വറക്കാനായിട്ട് പുരട്ടി വെക്കുമല്ലേ, അതുപോലെ പുരട്ടി വെച്ച് പിന്നെ ബാക്കി അതിൻ്റെ തലയുടെ ആ ഭാഗവും കുറച്ച് പീസും ഒക്കെ എടുത്തിട്ട് കറി വെക്കാനായിട്ട് വെച്ചേ. അതിൽ വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ നമ്മുടെ കുടംപുളി. നമ്മുടെ ഇങ്ങോട്ട് കോട്ടയംകാരൊക്കെ കൂടുതലും മീൻകറിക്കകത്ത് കുടംപുളി ഇടുന്നത്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇതിനെ മൂന്നും കൂടെ ഞാനൊന്ന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു പേസ്റ്റ് പരുവത്തിലൊന്ന് കുറുക്കി വെക്കുവേ. അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാറിന് മീൻകറിയുടെയൊക്കെ ചാറിന് നല്ല കുറുക്കം കിട്ടും. കുറുകിയിരിക്കുന്ന മീൻകറി വേണം, അങ്ങനത്തെ ചാറുള്ള മീൻകറി വേണമെങ്കിൽ ഇതെങ്ങനെ ചെയ്താൽ മതിയേ. എന്നിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഒന്ന് ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഉലുവായും കൂടി ഇട്ടു. എന്നിട്ട് ഇതാ നമ്മുടെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാം അതിനകത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കരിയാപ്പില ഈ സമയത്ത് ഇടേണ്ടതാണ്. എൻ്റെ കരിയാപ്പ് മരം ഒത്തിരി വലുതായിട്ടില്ല, കുഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകുമെന്ന് എല്ലാവരും പറയും. ചെറുതിൽ ഒടിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് എടുക്കുന്നില്ല. വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞാൻ കൊണ്ടുവരാൻ മറന്നും പോയി. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ പേസ്റ്റ് പരുവത്തിലെല്ലാം കൂടെ കുഴച്ച് വെച്ചിരിക്കുന്നില്ലേ മുളക് പൊടിയൊക്കെ, അതും കൂടെ നമുക്ക് ചട്ടിക്കകത്തോട്ട് ഇടാവേ. എന്നിട്ട് ഒന്ന് ഇളക്കി 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 ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണമല്ലോ, അതൊന്ന് മൂത്ത് വരണ്ടേ, അതിന് വേണ്ടിയിട്ട് ചെറിയ തീയിലേ ഇടാവുള്ളൂ. വലിയ തീയിലിട്ട് കഴിഞ്ഞാൽ മൊത്തം കരിഞ്ഞ് കുളമായി പോവും. ഇതിങ്ങനെ ഇളക്കി 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 ഒന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കാവേ. അപ്പോൾ ഇതിങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ടു പോകുന്ന പരുവമാണ് കറക്റ്റായിട്ട് ഇത് മൂത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളിങ്ങനെ ഇളക്കി 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 വരുമ്പം ഇതിൽ ചട്ടിയിൽ നിന്ന് പിടിക്കാതെ ഇങ്ങനെ 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 തെന്നി തെന്നി പോവേ. ഇതിപ്പം കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് മീനൊക്കെ വേണ്ട ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ചാറാക്കണമല്ലോ. ആദ്യം നമ്മൾ നമ്മുടെ കുടംപുളി എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇടണം. അതിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവും. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പ് കല്ലും കൂടി ഇടാവേ. ഞാനിവിടെ ഉപ്പ് കല്ലാണ് ഇടുന്നത്. ഉപ്പ് പൊടിയോ ഉപ്പ് കല്ലോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതനുസരിച്ച് ഏത് വേണമെങ്കിലും ഇടാം. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പം നമുക്ക് ആവശ്യത്തിന് ചാറിനുള്ള വെള്ളം ഒഴിച്ച് അടച്ചു വെക്കാം. ഇപ്പം നമ്മൾ മീനിടരുത്. ഈ വെള്ളം ഈ ചാറും ഒക്കെ ഒന്ന് തിളച്ച് സെറ്റായി വരണം. അതിന് ശേഷം ലാസ്റ്റേ നമ്മൾ മീനിടാവുള്ളേ. ഇതിപ്പോൾ ഇതാ ഞാൻ അടച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിടാം. ആ തലപ്പീസ് ഞാൻ നേരെ രണ്ടായിട്ടൊന്ന് പൊളന്ന് വെച്ചേക്കുമായിരുന്നേ. അപ്പോൾ അതും ഇട്ട് ബാക്കി കഷ്ണങ്ങളും എല്ലാം പെറുക്കിയിട്ടിട്ട് അടച്ചു വെക്കാവേ. ഇത് പെട്ടെന്ന് വെന്തോളൂ. ഇത് പിന്നെ നല്ല നെയ്യുള്ളൊരു മീനാണ് കേട്ടോ. ആറ്റുവാളയെന്നാണ് ഇതിൻ്റെ പേര് നമ്മളിവിടെ പറയുന്നത്. നല്ല നെയ്യുള്ള മീനാണ്. ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര പാടായിരിക്കും വൃത്തിയാക്കാൻ, പക്ഷെ പാടൊന്നുമില്ലായിരുന്നു. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് വേവിക്കുമ്പോൾ അത് പെട്ടെന്ന് സെറ്റായിക്കോളും. അപ്പം നമ്മുടെ കുറുകിയ ചാറോട് കൂടിയ മീൻ കറി റെഡി. ഇനി നിങ്ങൾ മീൻ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.